ലഡാക്ക് ഭരണകൂടം നിയോഗിച്ച മജിസ്ട്രിയൽ അന്വേഷണത്തിന് ഇപ്പോൾ തുടക്കമാവുകയാണ്. നമുക്കറിയാം, ഈ മജിസ്ട്രിയൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ലേപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഈ രണ്ട് സംഘടനകൾ ഈ ചർച്ചയിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇപ്പോൾ തിങ്കളാഴ്ച ചർച്ച നടക്കും. ആ ചർച്ചയിൽ ഇവർ പങ്കെടുക്കുമോ? സ്വപ്ന, ഇതുവരെ ഈ ചർച്ചയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ലേ അപ്പെക്സ് ബോഡിയും അതുപോലെ തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ. ഒന്ന്, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം, നിയന്ത്രണങ്ങൾ നീക്കണം എന്നുള്ളതായിരുന്നു. നിയന്ത്രണങ്ങൾ നീക്കിയ ചർച്ചയിലേക്ക് പോകാമെന്ന് ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കുന്നു. ഇതിന് ഇടയിലാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്, നടപടികൾ പോകുന്നു. സോനം വാങ്ചുക്ക് ഇപ്പോൾ ജോധ്പൂർ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ പ്രധാന ആവശ്യമായി ഇപ്പോൾ സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത് വാങ്ചുക്കിനെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. അതേസമയം തന്നെ അങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു തീരുമാനമല്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും FCRA നിയമലംഘനം അടക്കം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ നിരവധി പരാതികളുണ്ടായിരുന്നു. മാത്രമല്ല, പ്രകോപനകരമായ ചില നിലപാടുകൾ വാങ്ചുക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്നൊരു പ്രതിഷേധത്തിലേക്ക്, വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് സർക്കാരിന്റെ, അവിടുത്തെ ലഡാക്ക് ഭരണകൂടത്തിന്റെ നിലപാട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമാന നിലപാട് ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. പക്ഷേ ഈ മജിസ്ട്രിയൽ അന്വേഷണത്തിലേക്ക് സഹകരിക്കേണ്ട എന്ന് നിലവിൽ തീരുമാനിച്ച പദ്ധതി, അതായത് ജുഡീഷ്യൽ അന്വേഷണം, ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി എന്നുള്ളതാണ് ഈ സംഘടനകൾ എടുത്ത നിലപാട്. ആ സമയത്താണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുകുൾ ബെനിവാലിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചത്. 4 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം. 18-ാം തീയതി വരെയാണ്, ഇന്ന് മുതൽ 18-ാം തീയതി വരെയാണ് ഇതിന്റെ സിറ്റിംഗ് ഉണ്ടാകുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടറേറ്റിലെ ഓഫീസ് മുറിയിലായിരിക്കും ഈ സിറ്റിംഗ് നടക്കുക. രാവിലെ 10 മുതൽ 5 വരെ നിലവിൽ തദ്ദേശവാസികളായ ആളുകൾക്ക് എത്തി തങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ, പരാതികളെല്ലാം തന്നെ നൽകുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന, അന്വേഷണത്തിന്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ഒരു ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. വാങ്ചുക്കിന്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യത്തിൽ കൂടി ഒരു നിലപാട് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് സ്വപ്ന.